ശരി, സുജയ. ഖേദം സമ്മർദ്ദത്തിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അണിയറ പ്രവർത്തകരാകെ ഈ ഖേദപ്രകടനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല 17 എഡിറ്റ് അതിൽ വരുത്താൻ പോകുന്നു എന്ന കാര്യവും ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇതേ സമയം 24 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. മാത്രമല്ല മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുന്ന പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഇക്കാര്യം പറയുകയും ചെയ്തത്. പക്ഷേ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ഖേദം അതും മറ്റൊരു പ്രകടനമാണോ എന്ന സംശയം പലരിലും ഉയർന്ന തരത്തിലാണ് ആ ഖേദപ്രകടനം വന്നിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഒരു ഖേദത്തിന് വേണ്ടി ഒരു ഖേദമാണ് മോഹൻലാൽ നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമ ഫോം ചെയ്യുന്ന സമയം മുതൽ, അതായത് ഏകദേശം ഒരു 3 വർഷം മുമ്പെങ്കിലും ആയിരിക്കുമല്ലോ ഈ സിനിമയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, പൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ നടക്കുക. 6 മണിക്കൂർ എടുത്താണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും ബ്രീഫ് ചെയ്തത് എന്നുള്ളത് പൃഥ്വിരാജിന്റെ ഈ ലോഞ്ച് വേളയിലുള്ള ഒരു സൗണ്ട് ബൈറ്റാണ്, പ്രസംഗത്തിന്റെ ഭാഗമാണ്. 6 മണിക്കൂർ എടുത്ത്, അതായത് വിശദമായി ഒരു 3 മണിക്കൂറിൽ എഡിറ്റഡായി വരുന്ന ഒരു സിനിമയുടെ കഥ 6 മണിക്കൂർ എടുത്ത് പൃഥ്വിരാജിനെ പോലെ നല്ല ലാംഗ്വേജ് ഉള്ള ഒരാൾ അത്രയും എലക്വൻ്റായി ബ്രീഫ് ചെയ്ത് കൊടുത്തത് മനസ്സിലാകാത്ത ആളാണോ മോഹൻലാൽ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മോഹൻലാൽ ഇന്ന് ഈ ഖേദപ്രകടനം നടത്തുന്ന പോസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് അത് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഇതാണ്. കാരണം പൃഥ്വിരാജിൻ്റെ ഒരു ലാംഗ്വേജ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ വളരെ ഉയർന്ന തലത്തിൽ തന്നെയാണെന്ന് എപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അത്ര നന്നായി കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്ത കഥ മുഴുവൻ മോഹൻലാലിന് മനസ്സിലായില്ലേ? കഥ മുഴുവൻ കേൾക്കാതെ അദ്ദേഹം ആ സിനിമയിലേക്ക് കമ്മിറ്റ് ചെയ്ത് ആ സിനിമ ചെയ്യാനായി വന്നോ? ആന്റണി പെരുമ്പാവൂരും ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ടൊപ്പം വന്നോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 വർഷമായി അറിയാവുന്ന ഒരു കഥ ആ സിനിമയുടെ മേക്കിങ്ങിൽ ഇപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യം നമ്മളൊന്ന് എടുത്തു നോക്കേണ്ടതാണ്. മല്ലിക സുകുമാരൻ പറഞ്ഞ വാചകം എന്താണ്? മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മോനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പോഴത്തെ മറുപടി, ഞാൻ തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം. ഇത് പൃഥ്വിരാജ് ലോഞ്ച് വേളയിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ നമ്മൾ കേട്ട ആ പ്രസംഗത്തിലെ ഭാഗം മാത്രമല്ല, മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മല്ലിക സുകുമാരൻ ഇന്ന് ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപ് പൃഥ്വിരാജുമായി ആലോചിക്കാതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പോസ്റ്റ് മല്ലിക സുകുമാരൻ ഇടാൻ കാരണം തൻ്റെ മകനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് മോഹൻലാൽ നൈസായി ഊരിപ്പോരുകയാണോ എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ഇവിടെ മല്ലിക സുകുമാരൻ ഈ പോസ്റ്റ് ഇട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഗുജറാത്തിലെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ ഓപ്പണിംഗ് പാർട്ട് നിങ്ങൾ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഓപ്പണിംഗ് പാർട്ടാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പണിംഗ് പാർട്ട് ഷൂട്ട് ചെയ്യുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ്. ആ ഷൂട്ട് ചെയ്യുന്ന വേളയിൽ തന്നെ ആ രംഗങ്ങൾ മോഹൻലാൽ ആ രംഗങ്ങളിലില്ല. സിനിമ കണ്ടവർക്ക് അറിയാമല്ലോ, ആ രംഗങ്ങളിൽ മോഹൻലാൽ ഇല്ല. ഇല്ലാത്ത രംഗം മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുന്നു, ആന്റണി പെരുമ്പാവൂരിനെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടുത്തെ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് മോഹൻലാൽ അഭിനയിക്കുന്ന ഭാഗങ്ങൾ, അത് സിനിമ തുടങ്ങി ഏകദേശം 45-50 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ആയിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ ഉണ്ണി സാറേ? അപ്പോൾ ഞാൻ ഇന്ന് രാത്രി സിനിമ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കണ്ട സുഹൃത്തുക്കൾ, അതായത് വിശ്വസ്തരായ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സീൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ 45-50 മിനിറ്റ് ആകുമ്പോൾ ഉള്ള സീനിൽ വരുന്ന മോഹൻലാൽ ഈ ആദ്യത്തെ എൻട്രി പാക്ക് എന്ന് പറയുന്ന ആദ്യ 30 മിനിറ്റ് ഷൂട്ട് ചെയ്ത ഗുജറാത്തിലെ സീൻസ് ഞാൻ ലാലേട്ടൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരമ്മ മകനെക്കുറിച്ച് ആ കോൺവെർസേഷൻ എന്താണ് എന്നുള്ളത് വിതിൻ കോട്സ് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികതയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. ഒരു അമ്മ മകൻ ബന്ധം വളരെ ദൃഢമാണ് മല്ലിക സുകുമാരനും പൃഥ്വിരാജും തമ്മിൽ. അവരുടെ ആ കുടുംബ ബന്ധം ആ കുടുംബത്തിൽ തന്നെയുള്ള, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മകൾ അല്ലി ആയാലും ഇന്ദ്രജിത്തിൻ്റെ മകളായാലും ഇതിൽ സിംഗേഴ്സായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബം ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്, അവരുടെ ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ പൃഥ്വിരാജ് അത് നിഷേധിക്കട്ടെ. അപ്പോൾ ഇതുവരെ എടുത്ത ഓരോ സീനും ഇതുവരെ എടുത്ത പറയട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ, ഇതുവരെ എടുത്ത ഓരോ സീനും ലാലേട്ടനെ കാണിച്ചു കൊടുത്തു, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്ന് പറയുന്ന പൃഥ്വിരാജ് മാത്രമായി ഇതിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് എമ്പുരാന്റെ ഹോൾ ടീമാണ്. ആ എമ്പുരാന്റെ ഹോൾ ടീം ഖേദം പ്രകടിപ്പിച്ചത് തങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് അത് മാറ്റേണ്ടതാണ്, അതിൻ്റെ ക്രിയേഷനിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ടാണ് ഈ ഖേദം എന്ന് പറയുന്നത്. ഖേദമുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് തെറ്റുപറ്റിയെന്ന് സ്വയം തോന്നുമ്പോഴാണ്. അല്ലാതെ തെറ്റുപറ്റി എന്ന് വളരെ ചുരുക്കം ആളുകളാണ്. കേരളത്തിലെ ജനസംഖ്യ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർ ഈ പോസ്റ്റ് ഇട്ടുണ്ടാകും? ഞാൻ സൈബർ സ്പേസ് മുഴുവൻ എടുത്തു നോക്കി. ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് എമ്പുരാൻ കാണുകയാണ്. നമ്മൾ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എമ്പുരാൻ കാണുകയാണ്, കുടുംബസമേതം പോയി എമ്പുരാൻ സിനിമ കാണുകയാണ്. അതിനുശേഷം എല്ലാ പിന്തുണയും, ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് ആലോചിക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിന്തുണ കൊടുത്തിട്ട് ആ പിന്തുണ പോരെ പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജിന് ആ പിന്തുണ പോരെ? വിവിധ വിഷയങ്ങളിൽ പൃഥ്വിരാജ്
പൃഥ്വിരാജ് ഇടത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന CA അടക്കമുള്ള വിഷയങ്ങളിൽ, ലക്ഷദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന പിന്തുണ, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന പിന്തുണ. ഈ രണ്ട് പിന്തുണ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 20% മാത്രം വോട്ട് വിഹിതമുള്ള കേരളത്തിൽ അതൊക്കെ ആ പല്ലവി അവിടെ നിൽക്കട്ടെ. കേരളത്തിലാണല്ലോ സിനിമ കളിക്കുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമ നിഷ്പ്രയാസം തിയേറ്ററുകളിൽ നിന്ന് മാറ്റാനും അതിനെതിരെ പ്രചാരണം നടത്താനും മുന്നിൽ നിന്ന് CPIM-നും കോൺഗ്രസിനും വേരുള്ള കേരളത്തിൽ 20% മാത്രം വോട്ട് ഷെയർ ഉള്ള BJP പേടിപ്പിച്ചിട്ട് ഇതങ്ങ് പിൻവലിച്ചു. അങ്ങനെ പറയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവർ എന്നതുകൊണ്ട് മോഹൻലാൽ ഉദ്ദേശിക്കുന്നപ്പോൾ ആരെയാണ്? ഈ പ്രതികരിച്ച ആളുകളൊക്കെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം അങ്ങ് മോഹൻലാൽ കാണിച്ചാൽ മതി. അതാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നതുകൂടി ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. ദാറ്റ് മീൻസ് എൻ്റെ കടമയിൽ, എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് തെറ്റുപറ്റി. എനിക്ക് മാത്രമല്ല, എൻ്റെ എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. അപ്പോൾ ആസ് എ ടീം ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒരു സിനിമ ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഏജൻസി, നേരത്തെ പറഞ്ഞതുപോലെ ED, GST അങ്ങനെ പലതും പറയാം. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു പ്രഷർ ഇവരുടെ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ 20% വോട്ട് ഷെയറേ ഉള്ളൂ. ഒരു MLA പോലും ആകെയുള്ളത് ഒരു MP ആണ്, ലോക്സഭാ MP ആണ്. അങ്ങനെ മാത്രം നിൽക്കുന്ന BJP പോലൊരു പാർട്ടിയെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം എന്താണ്? സംസ്ഥാന അധ്യക്ഷനുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരൻ, പോസ്റ്റ് എന്താ എല്ലാവരും പോയി സിനിമ കാണുന്നത്. എന്തേ തിരിച്ചു വന്നിട്ട് ഡൽഹി പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ആരും പോകണ്ട, ഞങ്ങൾ ഇനി കാണുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? പറഞ്ഞ സ്ഥലത്ത് ഉറച്ചേക്കുണ്ടായിരുന്നോ? BJP-ന്റെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ സിനിമയാണ്, ഈ സിനിമ എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞ ആൾക്കാർ ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോ പറയാണ് ആരും സിനിമ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് അതെ, ഡൽഹിയിൽ ആയിക്കോട്ടെ, ഡൽഹിയിൽ നിന്ന് ആയിക്കോട്ടെ, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ശരി, ഭീഷണി എന്ന് നിങ്ങൾ പറയുന്നത് അത് ബിഹൈൻഡ് ദ സീൻ നടന്നതാണ്. എനിക്കെന്തായാലും ഞാൻ ഡൽഹിയിൽ ഇവരുടെ ഈ ചർച്ചകൾ ഭീഷണി എന്ന് ഈ പറയുന്ന സമ്മർദ്ദോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖർ പോയതിനു ശേഷം അവിടെ ഡൽഹിയിലെ മലയാളി സമൂഹം അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിലടക്കം പങ്കെടുത്തതിന്റെ ഫൂട്ടേജസ് ഉണ്ട്, വേണമെങ്കിൽ പരിശോധിക്കാം. അതിനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. മാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറിയുമായി ചുമതലയേറ്റ ശേഷം സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുന്ന, ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പതിവൊക്കെ കൃത്യമായ സാറേ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഘടനാപരമായി കൃത്യമായ വ്യവസ്ഥകളുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് BJP. അതനുസരിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിക്ക് പോയത്. അല്ലാതെ എമ്പുരാൻ അതെങ്ങനെയാണ് സിനിമയായി കാണണമെന്നും ആ സിനിമയായി കാണണമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ സിനിമ കാണണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഔചിത്യം പറഞ്ഞു തന്നാൽ മതി, പ്രശ്നം തീർന്നു. സിമ്പിളായി പറഞ്ഞുതരാം. രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമയെ കുറിച്ച് ഇട്ട പോസ്റ്റ് എന്തായിരുന്നു? അദ്ദേഹം ഈ സിനിമ കാണുന്നതിനായി മോഹൻലാൽ, പൃഥ്വിരാജ് 3 ദിവസം മുൻപുള്ള പോസ്റ്റാണ്. മോഹൻലാൽ, പൃഥ്വിരാജ് ടീമിന് ആശംസകൾ. വരും ദിനങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട്. ആ എമ്പുരാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ സാർ ഇടയ്ക്ക് കയറല്ല, ഞാനിതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. രാജീവ് ചന്ദ്രശേഖർ ആ പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച രണ്ടാമത്തെ പോസ്റ്റ് അത് ഇന്നിട്ടിരിക്കുന്നതാണ്. ഇന്നിട്ടതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ലൂസിഫർ കണ്ടിരുന്നു, അത് എനിക്കത് ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എമ്പുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ 17 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സിനിമയെ ഒരു സിനിമയായി കാണണം, അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല. സത്യം വളച്ചൊടിച്ച ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ലൂസിഫറിന്റെ ഈ തുടർച്ച ഞാൻ കാണുമോ? ഇല്ല. ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ? അതെ. അത് സിനിമ ഇറങ്ങി കഴിഞ്ഞ അഭിപ്രായം പറയാൻ അദ്ദേഹം പറയുന്നു ഇനി സിനിമ കാണുന്നില്ല, അതിന് ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവുകൾ ഉണ്ട് എന്ന് പറയുന്നു. മോഹൻലാൽ പറയാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല, അവരെ സ്വയമേവ ചെയ്യുകയാണ്. പേടിപ്പിച്ചിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. പിന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണുമ്പോഴേ പേടിച്ച് ഓടുന്ന ആളുകൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. സോഷ്യൽ മീഡിയ കണ്ടാൽ മുട്ടിടിച്ചിട്ടല്ല, മുട്ടിടിച്ചിട്ടല്ല
വെച്ചിട്ടാണ്. അല്ലാതെ ജയിലിൽ കിടക്കാൻ ഈ ഒരു കിടക്കേണ്ടി വരുന്നത് കുറ്റം ചെയ്തവരാണ്. അപ്പൊ നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പിടിക്കണമെന്നുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാട് ഗോകുലും ഗോപാൽ അത്രക്കാരനും അല്ല, പൃഥ്വിരാജ് അത്രക്കാരനല്ല, പിന്നെ എന്താണ് മോഹൻലാൽ അത്രക്കാരനല്ല. പക്ഷേ കള്ളക്കേസിൽ അകത്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാർ അകത്ത് പറയട്ടെ. ഈ വിഷയത്തിലെ ചർച്ചയിലേക്ക് വരാം, വഴിതിരിച്ചു വിടേണ്ടതില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ സിനിമയിൽ കട്ടുവരുത്തുന്നത്? ഇന്നലെ ഞാൻ ഈ കട്ടുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞത് എന്താണ്? ഒരു എഡിറ്റും ഉണ്ടാകില്ല, എന്റെ സോഴ്സസ് അതാണെന്നല്ലേ. സംവിധാനം ഞങ്ങൾക്ക് അറിയില്ല. അത് വേണ്ട, അത് നിൽക്കട്ടെ സാർ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ആളുകളുമായി കോട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അങ്ങനെയല്ല. പൃഥ്വിരാജാണ് ഇതിലെ പ്രതി എന്ന രൂപത്തിലാണ് അന്നേരം സുജയ് കാരണമുണ്ട് സ്മൃതി. എന്താ കാരണം എന്നറിയോ? ഈ മോഹൻലാൽ എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്നുള്ള നിലയ്ക്ക് അവരെ സംരക്ഷിച്ചുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ തിരിയുന്നത്. അല്ലാതെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാവരും കോർണർ ചെയ്യാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പൃഥ്വിരാജിനെ മാത്രം കോർണർ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. എന്റെ സമയമാണ്, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ഈ മോഹൻലാൽ ഈ കട്ടുവരുത്താൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ കോട്ട് ചെയ്തത് ആ സിനിമയുടെ ടീമിനെ തന്നെയാണ്. എനിക്കിനി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ആ സിനിമയുടെ ടീമിനെ തന്നെയാണ്. അത് വാർത്തയായി പുറത്തു വരാതെ അത് ആധികാരികമാകില്ല എന്ന മട്ടിലൊക്കെ വലിയ വാദമായിരുന്നു. ഇവിടെ ഉണ്ണി സാർ ഇല്ലാതിരുന്നുകൊണ്ടാണ് വലിയ വാദമായിരുന്നു. ഞാൻ പറയുന്നത് എന്തോ തെറ്റാണ്, ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് എന്നെ അങ്ങ് മോശക്കാരിയൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ നല്ല അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ആ സിനിമയുടെ ടീം തന്നെ വന്ന് എന്റെ ആൻഡോ സാറേ, ഇനിയും കിടന്നിങ്ങനെ ഉരുളല്ലേ, കട്ടിയില്ല എന്ന് പറഞ്ഞു ഇന്നലെ. ഇന്നതാ ഇപ്പോൾ പറയുന്നു ഇതുവരെ കട്ട് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, ബുധനാഴ്ചക്കുള്ളിൽ ഇതിന്റെ കട്ട് പൂർത്തിയാകും. സാറുടെ സൗകര്യത്തിൽ പറ്റില്ല സാർ, ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ അത് പൈസ കളക്ട് ചെയ്തൊക്കെ അവിടെ നിൽക്കട്ടെ. പൈസ കളക്ട് ചെയ്തതും പൈസയുടെ കണക്കുമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ, ഈ തിരിച്ചറിവ് എവിടായിരുന്നു? പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും അടങ്ങുന്ന ടീമിന്റെ ഈ തിരിച്ചറിവ് എവിടായിരുന്നു? അത് സിനിമ ഇറക്കുന്നതിന് മുൻപ് തിരിച്ചറിവ് കാണിക്കണമായിരുന്നു, വകതിരിവ് കാണിക്കണമായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത. ഇനി സിനിമയിലെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. സിനിമയിലെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ED വരുന്നു എന്നല്ല, ED അല്ല അവിടെ വന്നത്. സിനിമ കണ്ടപ്പോൾ അത് നോക്കണമായിരുന്നു. ഞാൻ പറയട്ടെ, ഏജൻസി എന്ന് പറഞ്ഞ ഈ സിനിമയിൽ കാണിക്കുന്നത് KL 07CW9009 എന്ന വാഹനം, അതിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം നോക്കിയാൽ മനസ്സിലാകും. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് NIA-യുടെ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അതേ ലോഗോയാണ്. NIA-യുടെ ലോഗോ UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും ഒക്കെ മറുപേര് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നു. എല്ലാ സിനിമയിലും, രാഷ്ട്രീയ സിനിമകളിലെല്ലാം കൃത്യമായി ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിന് UDF എന്നുള്ളതിന് KDF എന്ന് ഉപയോഗിക്കും. അങ്ങനെ പലതരത്തിലാണ് സന്ദേശമടക്കം എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല, ഏജൻസിയുടെ കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് കള്ളപ്പണം പിടിക്കാനായിട്ട് വരുന്നത് NIA ആണ്. അത്രയ്ക്ക് വിവരമില്ലാത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ആണോ എന്നത് കൂടി സംശയം തോന്നിയതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ മാഡത്തിന്റെ ഒരു അതിർത്തി എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അത് നിങ്ങൾക്ക് ഇടപെട്ടത് കൊണ്ടാണ്. നിങ്ങൾ ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തത് തെറ്റിപ്പോയി, പണി പാളി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഖേദപ്രകടനമാണ്. ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ തയ്യാറാക്കി വെച്ചിട്ട് ഇന്ന് ഉച്ചയോടുകൂടി അത് പോസ്റ്റ് ചെയ്തു എന്നതാണ് അതിലെ വസ്തുത. പിന്നെ അത്ര നിഷ്കളങ്കരാണ് ഈ ടീം എന്ന് വിവാദ വിഷയം സിനിമയാക്കിയത് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ ആളുകൾ എന്നത് ആളുകൾക്ക് വിടേണ്ട വിഷയമാണ്. ഇതിൽ ഈ ഖേദപ്രകടനവും 17 കട്ടുമൊക്കെ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആൻഡോ സാർ പറഞ്ഞ ആ പോയിന്റോട് ഞാൻ യോജിക്കുകയാണ്. വ്യാഴാഴ്ച വരെ ഈ എഡിറ്റഡ് അല്ലാത്ത സിനിമ കളിച്ചിട്ട് പിന്നെ ഈ എഡിറ്റഡ് പ്രദർശിപ്പിക്കുമ്പോഴത്തേക്കും ഇതിൽ ഈ ഖേദപ്രകടനത്തിലെ ആത്മാർത്ഥത എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ്, കാണേണ്ടവരൊക്കെ പെട്ടെന്ന് വന്ന് കണ്ടോളൂ, രാഗം തിയേറ്ററിലൊക്കെ രാവിലെ 4:30 തൊട്ട് ഷോ ആണ് എന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ പൃഥ്വിരാജും ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പക്ക ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവുകയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സിനിമ തുടങ്ങുന്നത് ഈ ഗോത്ര റൈറ്റ്സിന്റെ, അതായത് 2002 റൈറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെൻഷനിങ് നടത്തുന്നത്. അപ്പോൾ അതിലെ ഐഡിയ എന്ന് പറയുന്നത്
കൃത്യമാണ്. അതിൽ ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും കൊലയാളികളാണ് എന്ന നറേറ്റീവ് കൃത്യമായി ബയാസ്ഡായി ഒരു കമ്മ്യൂണൽ കാർഡ് പ്ലേ ചെയ്യാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ബാബ ബജ്രംഗി കേരളത്തിലെ അക്രമങ്ങളുടെയൊക്കെ കാരണക്കാരനായ വില്ലനാകുന്നു. അതുപോലെ പൊളിറ്റിക്കൽ ഹെയറസ്റ്റ് രാംദാസ് അതാരാണ്? അത് വരുന്നത് കോൺഗ്രസിന്റെ ഒരു നേതാവായി തന്നെയാണ് മഞ്ജു വാര്യർ അവിടെ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് VD സതീശനും ടീമിനും ഒക്കെ ഇതിനെ അങ്ങോട്ട് പൊക്കി പറയേണ്ടി വരുന്നത്. പക്ഷേ ആ പൊക്കി പറയൽ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പിന്തുണച്ചിട്ട് ഹാഷ്ടാഗ് ഇട്ടിട്ടുണ്ട്. ആ ഹാഷ്ടാഗ് ഒന്ന് റീഷെയർ ചെയ്യാൻ പോലും മോഹൻലാലിനും ടീമിനെ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതിൽ ഈ ഒരു സത്യസന്ധത എന്ന് പറയുന്നത്, രാജ്യ താല്പര്യം എന്ന് പറയുന്നത് അതൊക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാഡം, നിങ്ങളിടയ്ക്ക് സമയമെടുത്തത് കൊണ്ടാണ്, വിത്ത് യുവർ പെർമിഷൻ ഞാനതൊന്ന് അവസാനിപ്പിക്കാം. ഇതിൽ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പൃഥ്വിരാജെങ്കിൽ മുരളി ഗോപി അത് പറയണം. മുരളി ഗോപി ഇപ്പോഴും സൈലൻ്റായി തുടരുന്നത് അത് സസ്പീഷ്യസ് ആണ്. കാരണം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല. മുരളി ഗോപി ആർക്കും ഒരു അഭിമുഖം പോലും, ഒരു പ്രതികരണം പോലും മുരളി ഗോപി ഈ നിമിഷം വരെ നടത്തുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2002 ഫെബ്രുവരി 27 സബർമതി എക്സ്പ്രസ് എത്തിയപ്പോൾ ഹസൻ ലാല എന്നാൽ S6 കമ്പാർട്ട്മെന്റിന് തീ വെച്ചത് അവിടെ വേറെ തർക്കങ്ങളൊന്നും നടന്നിട്ടല്ല. അപ്പോൾ ഈ നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. 2008 സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഈ അമൻ ഗസ്റ്റ് ഹൗസിൽ 140 ലിറ്റർ പെട്രോൾ സംഭരിച്ചു വെച്ച ഈ കേസിൽ 31 പേരെ അഹമ്മദാബാദ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 11 പേർക്ക് വധശിക്ഷയും 20 പേർക്ക് ജീവപര്യന്തവും. UPA സർക്കാരിന്റെ കാലത്ത് അടുത്ത ബാനർജി കമ്മീഷൻ വരുമ്പോൾ അന്ന് ഈ കണ്ടെത്തലുകളൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ UPAയുടെ ഘടകകക്ഷികളോ മറ്റു കക്ഷികളോ ഒന്നും തന്നെ ഇക്കാര്യങ്ങളിൽ ഒന്നും ഒരു കാര്യമായി ഈ കണ്ടെത്തൽ ഗുജറാത്ത് കലാപത്തെ ജീനോസൈഡ് ഓഫ് മുസ്ലിംസ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നവർ അവിടെ ഈ സബർമതി എക്സ്പ്രസിൽ മരിച്ചവരെ, കൊല്ലപ്പെട്ടവരെ പരിഗണിക്കുന്നതേയില്ല. അതാണ് ശരി. 59 മരണമാണോ അതിനുശേഷം നടന്ന ആയിരങ്ങളുടെ കുരുതിയാണോ കണക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ താരതമ്യം നടത്തിക്കോളൂ. ഇവിടെ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇവിടെ എഹ്സാൻ ജാഫ്രി ഉണ്ടായിട്ടുണ്ട്, ഹിമ കോസർ ഉണ്ടായിട്ടുണ്ട്, ബിൽക്കിസ് ബാൻ ഉണ്ടായിട്ടുണ്ട്. ആ കഥയാണ് അത് പറയുന്നത്. ആ പറയുന്ന കഥ പറയുമ്പോൾ മറ്റേ കഥ കൂടി പറഞ്ഞാലേ കഥ പൂർത്തിയാകും. വർഷമായിട്ടുള്ളൂ, മറക്കാനൊന്നും ആയിട്ടില്ല. ഈ പുതിയ തലമുറയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നും കൂടി കാണിച്ചു കൊടുത്തു. 2018 എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, മറ്റേ വെള്ളപ്പൊക്കത്തിന് വേണ്ടി 2018 സിനിമയുണ്ടല്ലോ. ദയവ് ഇതിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും എടുക്കരുത്. റിയാലിറ്റി ഒന്നും എടുക്കാൻ പാടില്ല. നടന്ന സംഭവങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെയുള്ളൂ. അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ പൊള്ളി തിളച്ചു ഇവിടെ. പക്ഷേ ഇവിടെ ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ചുള്ള ഭാഗം മറച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നത് സുപ്രീം കോടതിയാണ്. അത് പറയില്ല. ലെഫ്റ്റിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ആളുകൾ ഡോമിനേറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രി ഒരു പടം വന്നില്ലെങ്കിൽ എന്താണ് അത്ഭുതം? അതാണ് ചോദ്യം. Meet the editors.